നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നന്മ മാത്രമാണ് നിങ്ങളെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. പക്ഷെ നാട്ടിൽ നടക്കുന്ന തിന്മകൾ കൂടി ഈ ലോകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ മൊബൈൽ ഫോണിന്റെ ഏറ്റവും വലിയൊരു അപകടമായിട്ട് ഞാൻ കാണുന്നത് നിയന്ത്രണമില്ലാത്ത രക്ഷാകർത്താക്കളുടെ മക്കളാണ് ഇവിടെ ഒളിച്ചോടപ്പെടുന്നത്. ഉമ്മയാണ് നമ്മുടെ 112 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞത്, എൻ്റെ മകളുടെ കല്യാണം നിശ്ചയിച്ചു. ഞങ്ങൾ വിചാരിച്ചു നമ്മളെ കല്യാണം ക്ഷണിക്കുമ്പോൾ വിളിച്ചാന്ന്. ഞങ്ങൾ ആയിക്കോട്ടെ, കല്യാണം എല്ലാം നടക്കട്ടെ. അതല്ല, ആ കല്യാണം കഴിക്കുന്ന ചെക്കൻ എൻ്റെ മോളെയും കൂട്ടിയിട്ട് കോഴിക്കോട് കടപ്പുറത്ത് പോന്നാന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഉണ്ടല്ലോ, കല്യാണം കഴിക്കുന്നതിനേക്കാളും മുമ്പ് പോണമല്ലോ, അങ്ങനെ പോണം. അങ്ങനെ പോയപ്പോ ഈ പെണ്ണിന് അപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് മനസ്സിലായത് ഈ ചങ്ങായി ഈ ലോകത്ത് ഏറ്റവും വൃത്തികെട്ട ലഹരി ഉപയോഗിക്കുന്ന ചങ്ങായിയാണെന്ന്. ആ ചങ്ങായി എന്ത് ചെയ്യുന്നു പറയാം, കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് ഈ പെണ്ണിനും എന്തല്ലോ വായിലങ്ങ് ഇട്ടുകൊടുത്ത്. ആ ലഹരി വായിലേക്ക് ആയതോടുകൂടി പെൺകുട്ടിക്ക് ലോകം തിരിഞ്ഞില്ല. രാത്രി 10 മണിയായിട്ടും കുട്ടിയെ കാണാത്തപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പോലീസ് അന്വേഷിച്ച് നോക്കുമ്പോൾ രാത്രി 12 മണിക്ക് കുട്ടിയുള്ളത് കൽപ്പറ്റ ഒരു ലോഡ്ജിന്റെ ഉള്ളിലാണ്. അപ്പൊ ആ ചെക്കനെ കുറിച്ച് എല്ലാവരും പറയുന്നത് തങ്കപട ചെക്കനാണ്. ചെക്കൻ ആരാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഈ പെണ്ണിനെയാണ് കണ്ടുപിടിച്ചത്. വാട്സപ്പിലാണ് പോലും കണ്ടുപിടിച്ചത്. അതുകൊണ്ട് നമ്മളെ ഈ ലോകത്ത് കണ്ണുകൊണ്ട് കാണാത്ത ഒരു സംഗതിയെയും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് നമ്മളെ മക്കളെ ബോധ്യപ്പെടുത്താത്തിടത്തോളം കാലം നമ്മളെ മക്കൾ തെറ്റായ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കും.